വെൽക്കം ബാക്ക് ടു ലേൺ എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള എന്നുള്ള നമ്മുടെ വീഡിയോ സീരീസിൽ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഗവൺമെന്റ് കോളേജുകളെ കുറിച്ചും ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചുമുള്ള വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസും ഒപ്പം നമുക്ക് ഓട്ടോണോമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചും കൂടെ നോക്കാം. അപ്പൊ ഈ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏകദേശം 95 എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് നമുക്ക് KTയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒരു 4 to 5 കോളേജസ് ആണ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അവകാശമുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്, അതും KTയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്കീമിലും അതേപോലെ തന്നെ സിലബസിലും എക്സാം കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഫീസിന്റെ സ്ട്രക്ചറിൽ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് സ്വയംഭരണ അവകാശമുള്ള കോളേജുകളാണ് ഈ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജസിലും ഒക്കെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് കുട്ടികൾ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോ ഈ പറഞ്ഞ 95 കോളേജസിൽ മികച്ച നിലവാരം പുലർത്തുന്ന സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. മികച്ച നിലവാരം എന്ന് ഞാൻ പറയുന്നത് നല്ല ഫെസിലിറ്റീസും നല്ല ഫാക്കൽറ്റീസും നല്ല ക്യാമ്പസും നല്ല പ്ലേസ്മെന്റ് റെക്കോർഡ്സും നല്ല എക്സാം റിസൾട്ട്സും അക്കാഡമിക് റിസൾട്ട്സും ഒക്കെയുള്ള നല്ല കോളേജുകളുണ്ട്. അപ്പോ അവിടേക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു നല്ല റാങ്ക് ഉള്ള കോളേജ് എന്നുള്ള രീതിയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ ഫീസിന്റെ കാര്യം പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളെക്കാളും ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിനേക്കാൾ കൂടുതൽ ഫീ ആയിരിക്കും സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിലും വരുന്നത്. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. അപ്പൊ മെറിറ്റ് സീറ്റിലാണെങ്കിൽ തന്നെ നമുക്ക് മറ്റ് ഗവൺമെന്റ് കോളേജസിനെ അപേക്ഷിച്ച് ഫീസ് കൂടുതലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് പ്രിഫർ ചെയ്യുന്ന കുട്ടികളുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പം ഗവൺമെന്റ് കോളേജസിൽ കിട്ടിയാൽ തന്നെ ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിലാണെങ്കിലും പഠിക്കാം എന്ന് പറഞ്ഞ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ചൂസ് ചെയ്യുന്നവരുമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് വീഡിയോ പറഞ്ഞപ്പോഴും കോസ്റ്റ് ഷെയറിംഗ് കോളേജസിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നല്ല റാങ്ക് വരുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് കോളേജിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച ബ്രാഞ്ച് നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടുള്ളൂ. നമ്മുടെ റാങ്ക് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എത്തുന്നവരും ഉണ്ട്. അപ്പോൾ പല റീസൺസും പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെ തന്നെ ആയിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തായാലും ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തായാലും അഡ്മിഷൻ നമുക്ക് കിട്ടും. ഓക്കെ, മെറിറ്റ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാം 95 സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് പറഞ്ഞു, ഓട്ടോണോമസ് കോളേജും ഈ പറഞ്ഞ 4-5 കോളേജുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഏത് കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ആ കോളേജ് AICTE അംഗീകാരമുള്ള കോളേജ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പം AICTE എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ AICTE അംഗീകാരമുള്ള കോളേജ് ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 അക്രിഡിറ്റേഷൻസ്, ഒന്ന് NAAC അതേപോലെ തന്നെ NBA. ഈ 2 അക്രിഡിറ്റേഷൻസും ഈ കോളേജസിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, NAAC എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ ആണ്. ഈ NAAC ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ലൈക്ക് A++, A അങ്ങനെ B-C എന്ന് പറഞ്ഞ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഓരോ കോളേജസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവിടുത്തെ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടും പ്ലേസ്മെന്റ് റെക്കോർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഈ ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജിന്റെ NAAC ഗ്രേഡ് എന്താണെന്നുള്ളത്
അത് നമുക്ക് കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്യാം. അപ്പോൾ നല്ല ഒരു റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എ ഗ്രേഡ് അല്ലെങ്കിൽ A+, A++ ഒക്കെ ഉള്ള NAC അക്രഡിറ്റേഷൻ ഉള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ച് ഫെസിലിറ്റീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ തന്നെയുള്ള മറ്റൊരു അക്രഡിറ്റേഷൻ, ഇതൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ഫെസിലിറ്റീസ് ആക്സസ് ചെയ്ത് അത് ഗ്രേഡ് ചെയ്യാൻ ഉള്ള രണ്ട് ബോഡീസ് ആണ്. ഒന്ന് നാക്കും NBA. NBA എന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ആണ്. ഇതും നാക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഇവരുടെയും ഈ പറഞ്ഞ NBA അക്രഡിറ്റേഷന്റെ ഡീറ്റെയിൽസും നമ്മൾ ഓരോ കോളേജസിന്റെയും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും കോളേജസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഫൈൻ. ഇനി ഇത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഒരു സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതൊരു ടെക്നിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലാബ് ഫെസിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് ലാബ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലൈബ്രറി. ഓക്കെ, ദെൻ ക്ലാസ് റൂം ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ ഫാക്കൽറ്റീസിനെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ ഫാക്കൽറ്റീസ്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം അയ്യോ അവിടെ എങ്ങനെയായിരുന്നു, നമുക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് അവിടെ ഇല്ല, അല്ലെങ്കിൽ നല്ല ഫാക്കൽറ്റീസ് അവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാമ്പസും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും, അവിടെ നടത്തി വരുന്ന കരിക്കുലർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്. കാരണം നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ക്യാമ്പസിൽ ഉണ്ടോ എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇന്ന് നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു അപ്പൊ പല കോളേജസിലും ഇൻക്യുബേഷൻ സെന്റേഴ്സ് തന്നെയുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് പ്രോജക്റ്റ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളും സംവിധാനങ്ങളും ഈ കോളേജുകളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ആണ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നല്ല കമ്പനീസ്, അത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെയുള്ള കമ്പനീസ് വന്ന് കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇന്നുണ്ട്. അപ്പോൾ ഒരു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോവാതെ നമുക്ക് ക്യാമ്പസിൽ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് നല്ല കോളേജുകളിൽ ഈ പറഞ്ഞ നല്ല പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ കമ്പനീസ് ആണ് അവിടെ വന്നിട്ടുള്ളത്, എത്ര കുട്ടികളാണ് അവിടെ പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുള്ളതെന്ന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കോളേജിന്റെ വെബ്സൈറ്റുകളിൽ ഉണ്ടാവും. അത് കൂടാതെ നമ്മള് ഒരു മറ്റൊരു രീതിയിലും കൂടെ ഇതൊക്കെ അന്വേഷിക്കുക. ഒരു പക്ഷെ അവിടെ സീനിയേഴ്സിന്റെ അടുത്ത്, പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അടുത്തും ഒക്കെ ആയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 വർഷം നമുക്ക് ആ ക്യാമ്പസ് ആണ് പിന്നെ നമ്മുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കോളേജ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ച് ചെയ്ത വീഡിയോ സീരീസ് ഇതോടുകൂടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് കീം റിലേറ്റഡ് ആയിട്ട്, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇനിയും കോഴ്സുകളെ കുറിച്ചും കോളേജിനെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചും അലോട്ട്മെന്റുകളെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.